الحمدلله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الإخوة اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴു മേഖലയിലും പരമാവധി പാലിച്ച് നല്ലവരായി ജീവിച്ചു മരിക്കുവാൻ ശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സർവ്വ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആശകളും താല്പര്യങ്ങളും നമ്മുടെ പ്രതീക്ഷകളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുക. അതായത് ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ധാരാളം സമയങ്ങളും അവസരങ്ങളുമാണ്. ഒരിക്കലും നമുക്കത് തിരിച്ചു പിടിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി എത്രമാത്രം നാം പ്രയത്നിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും നാം പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നാം ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്നുണ്ട്. ആരൊക്കെയോ നമുക്ക് വേണ്ടി അവരുടെ ജീവിതത്തിന് വേണ്ടി നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ ആയിരിക്കാം അത്, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ, നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ അനുയായികളുമൊക്കെ നമ്മോട് അവർക്ക് വേണ്ടി ജീവിക്കുവാൻ പറയാറുണ്ട്. അതിനിടയിൽ നാം ജീവിക്കുന്നത് ആ ചെറിയ കാലഘട്ടത്തിനിടയിൽ നമുക്ക് വേണ്ടി നാം എന്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും നാം പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ഒരു വിചിന്തനത്തിന് ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി നാം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ചെയ്യാതിരിക്കുന്ന പല കാരണങ്ങളും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ സമയം ചെലവഴിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ
റബ്ബ് സുബ്ഹാനഹു വ തആല ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വർത്തമാനം സൂറത്തുൽ ലുഖ്മാനിന്റെ 33-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വസ്തുത, നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് ശ്രദ്ധ ക്ഷണിക്കുവാൻ ശ്രമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണേ. നോക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിളിച്ചുകൊണ്ട് ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളെ സൂക്ഷിക്കണേ, നിങ്ങളെ രക്ഷിതാവിനെ സൂക്ഷിക്കണേ. റബ്ബിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കണേ എന്നർത്ഥം. മാത്രവുമല്ല, വഖ്ശൗ യൗമൻ, ഒരു ദിനത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ. ഏതാ ദിനം? നമുക്കറിയാം, വിചാരണയുടെ ദിനമാണ്. വിചാരണയുടെ ദിനമാണത്. ആ ഒരു വിചാരണയുടെ ദിവസത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ. എന്താ അന്നത്തെ പ്രത്യേകത? എന്താ അന്ന് അങ്ങനെ സൂക്ഷിക്കുവാൻ എന്താ കാരണം? അതും റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, അന്ന് ലാ യജ്സി വാലിദുൻ അൻ വലദി വലാ മൗലൂദുൻ ഹുവ ജാദിൻ അൻ വാലിദിഹി ശൈഅ. ഒരു പിതാവും തന്റെ മക്കളെ പരിഗണിക്കാത്ത, ഒരു മക്കളും തന്റെ പിതാവിനെ പരിഗണിക്കാത്ത അതീവ ഗൗരവമായ ഒരു ദിവസമാണത് എന്ന് നോക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹനെ സൂക്ഷിക്കണേ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ടാമതായിക്കൊണ്ട് പറയുന്നു, ഒരു ദിനത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? അന്ന് മാതാപിതാക്കളും മക്കളും തമ്മിൽ പരിഗണന നൽകുകയില്ല എന്നുള്ള ഒരു ദിവസം. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് നാം നീങ്ങേണ്ടത്. നാം ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്കും മാതാപിതാക്കൾക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും വേണ്ടി നാം ജീവിക്കുമ്പോ നാളെ പരലോകത്ത് നമ്മെ പരിഗണിക്കുവാൻ അവർ തയ്യാറാകുകയില്ല എന്നുള്ള ഗൗരവമായ ഒരു സന്ദേശമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കിവിടെ നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. തുടർന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ്. നന്മ ചെയ്തവർക്ക് സ്വർഗം നൽകാമെന്നുള്ള വാഗ്ദാനം, തിന്മ ചെയ്തവർക്ക് നരകം നൽകുമെന്നുള്ള വാഗ്ദാനം, ഇത് സത്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ്. ഈ സത്യത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്ന രണ്ട് കാര്യം, ആ രണ്ട് കാര്യം ഫലാ തൗറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചനയിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യൗറന്നകും ബില്ലാഹിൽ ഗറൂർ, പരമവഞ്ചകനായ പിശാചുൻ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് നോക്കൂ. വളരെ വളരെ ഗൗരവമായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണേ. ഒരു ദിവസം, ആ ദിവസത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. അന്ന് മക്കളും മാതാപിതാക്കളും തമ്മിൽ ബന്ധമില്ലാത്ത ഒരു ദിവസത്തെ കുറിച്ചുള്ള ഗൗരവമായ സൂചനയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരുന്നത് എന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക. ഓരോന്ന് പരിശോധിച്ചാലും നമുക്കത് കണ്ടെത്താൻ സാധിക്കും. അല്ലാഹ് പറയുന്നു, വഖ്ശയൗമൻ, ഒരു ദിനത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. അന്നത്തെ പ്രത്യേകത പറഞ്ഞത് ലാ യജ്സി വാലിദുൻ അൻ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈഅ, മക്കളും മാതാപിതാക്കളും പരിഗണിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസ സമൂഹത്തോട് അക്കാര്യം പറയുകയുണ്ടായി. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹിനെ കുറിച്ച് ഓർമ്മിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. അള്ളാഹിനെ കുറിച്ച് ഓർമ്മിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ എന്ന് നോക്കൂ. പലപ്പോഴും നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് എത്താൻ കഴിയാത്തതിന്റെ കാരണം എന്താ? നമ്മുടെ പ്രഭാത പ്രദോഷ ദിക്റുകൾ നമുക്ക് കിട്ടാത്തതിന്റെ കാരണം എന്താ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് കിട്ടാത്തതിന്റെ കാരണം എന്താ? ഇന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സുന്നത്താക്കിയ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് ഒന്ന് ഓതുവാൻ നമുക്ക് കഴിയാത്തതിന്റെ കാരണം എന്താ? നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ മാതാപിതാക്കളുമല്ലേ? നമ്മുടെ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലല്ലേ ഇതൊക്കെയും നമുക്ക് നഷ്ടപ്പെട്ടത്? പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതല്ലേ?
റബ്ബിനെ ഓർക്കുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് മറ്റൊരു കാരണവുമല്ല, നമ്മുടെ കുടുംബ ജീവിതത്തിന് ഭംഗി കൂട്ടുവാൻ, വരുന്ന ദിവസത്തേക്കുള്ള സാമ്പത്തികം ഒരുക്കി കൂട്ടുവാനുള്ള ശ്രദ്ധയിൽ നമുക്കിത് മറ്റുള്ളതിന് അള്ളാഹുവുമായി ബന്ധപ്പെടുന്ന, റബ്ബിലേക്ക് അടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നാം അകലുകയാണ്. അതുകൊണ്ട് ആ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അക്കൂട്ടരാണ് പരാജയക്കാർ, നഷ്ടപ്പെട്ടവർ. നോക്ക്, റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി വിശ്വാസി സമൂഹത്തോട് പറയുകയാണ്, വിശ്വാസികളെ, സമ്പത്തും സന്താനങ്ങളും അല്ലാഹുവെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവരാണ് വലിയ പരാജയക്കാർ. നാളെ പരലോകത്ത് നമ്മെ പരിഗണിക്കാത്ത വിഭാഗമായ ആളുകളായി ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളും നാമൊക്കെ ജീവിതം ചെലവഴിച്ചു കഴിഞ്ഞ നമ്മുടെ കുടുംബക്കാരും അങ്ങനെ ഉണ്ടാകും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. പരിഗണിക്കാതിരിക്കാമെന്ന് മറ്റൊരായത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. യൗമ യഫിറുൽ മർഉ മിൻ അഖീ, മനുഷ്യൻ തന്റെ സഹോദരനിൽ നിന്ന് ഓടുന്ന ദിവസം, വ ഉമ്മിഹി വ അബി, തന്റെ മാതാപിതാക്കളിൽ നിന്നും, വ സ്വാഹിബതിഹി വ ബനി, തന്റെ ഭാര്യ സന്താനങ്ങളിൽ നിന്നും എല്ലാം ഓടിയകലുകയാണ്. നമ്മുടെ മാതാപിതാക്കളോടുന്നു, നമ്മുടെ സഹോദരങ്ങളോടുന്നു, ഭാര്യയും ഭർത്താവും ഓടുന്നു, മക്കളോടുന്നു, പരിഗണിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ദിവസത്തെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, അന്ന് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. അന്ന് മാതാപിതാക്കളും മക്കളും കുടുംബവും ഇല്ല. എത്ര ഗൗരവമായിക്കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നുവോ ആ വിഭാഗം നമ്മെ നാളെ പരിഗണിക്കാതിരിക്കുമോ എന്ന ഗൗരവമായ സൂചനയല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. മറ്റൊരായത്തിലൂടെ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ, ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പ് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ. ആ ദിവസം ഏതാ? പരലോകത്തെ വിചാരണ ദിവസമാണ്. പരലോകത്തെ വിചാരണ ദിവസം. ആ ദിവസം വന്നെത്തുന്നതിന് മുമ്പ് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ. അത് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, ആയുസ്സുണ്ട്, നമ്മുടെ കഴിവുകളൊക്കെയുമുണ്ട്. അത് ഒരു ദിവസം, നാളെ പരലോകത്തെ വിചാരണ ദിവസത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുവീൻ. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ദിവസത്തിന്റെ പ്രത്യേകത പറയുകയാ, അന്ന് ലാ ബൈഉ ഫീ, അന്ന് ഒരു ക്രയവിക്രയവും നടക്കാത്ത ദിവസം, കച്ചവടം നടക്കാത്ത ദിവസം. അന്നൊരു കച്ചവടവും നടക്കുകയില്ല. പണമുള്ളവൻ പണക്കാരൻ, പാവപ്പെട്ടവന്റെ അമലുകൾ പണം കൊടുത്തു വാങ്ങി സ്വർഗത്തിലേക്ക് പോകാൻ പറ്റാത്ത ദിവസം. അങ്ങനെയുള്ള ഒരു ദിവസം രക്ഷപ്പെടാൻ മാർഗമില്ല. തരികിട കൊണ്ട് കഴിച്ചിലാകാൻ രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത അങ്ങനത്തെ ഒരു ദിവസം. അങ്ങനത്തെ ഒരു ദിവസം വരുന്നതിന് മുമ്പ് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും. രണ്ടാമതായി കൊണ്ട് പറഞ്ഞത് വലാ ഖുല്ലത്തുൻ, അന്നൊരു സ്നേഹബന്ധവും ഉണ്ടാവുകയില്ല. അന്ന് മാതാപിതാക്കളാണ്, മക്കളാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, ഇല്ല സഹോദരങ്ങളെ, നമുക്ക് നാം മാത്രമുള്ള ഒരു ദിവസം, ഒരാളും നമ്മെ സഹായിക്കാത്ത ഒരു ദിവസം, ഒരാളുടെയും ഒരു സ്നേഹബന്ധം നമുക്ക് കിട്ടാത്ത ഒരു ദിവസം. അങ്ങനെ വലാ ഖുല്ലത്തുൻ, ഒരു സ്നേഹബന്ധവും നടക്കാത്ത അതീവ ഗൗരവമായ ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പ് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. മൂന്നാമതായി കൊണ്ട് പറയുന്നത് വലാ ഷഫാ, ഒരു ശുപാർശയും അംഗീകരിക്കാത്ത ദിവസം. ഇതെന്റെ നേതാവാ, ഇതെന്റെ അണിയാണ്, എന്റെ അനുയായികളാ, രക്ഷയില്ല സഹോദരങ്ങളെ. ഒരാൾക്കും ശുപാർശ കൊടുത്താൽ, പറഞ്ഞാൽ സ്വീകരിക്കപ്പെടാത്ത ഒരു ദിവസം. അങ്ങനെയുള്ള അതീവ ഗൗരവമായ ദിവസം വന്നെത്തുന്നതിന് മുമ്പ് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് നമ്മിൽ നിന്ന് എത്ര അതിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടായി സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ ആ റബ്ബിലേക്ക് അടുക്കുവാനുള്ള എത്രയെത്ര സമയങ്ങൾ, നമ്മുടെ ആരോഗ്യം നാം ഉപയോഗപ്പെടുത്തിയോ, നമ്മുടെ സമ്പത്ത് നാം ഉപയോഗപ്പെടുത്തിയോ, അറിവ് ഉപയോഗപ്പെടുത്തിയോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹിന്റെ ദീൻ പ്രബോധനം ചെയ്യുക എന്നുള്ളത് നമുക്കൊക്കെ നിർബന്ധമുള്ള കാര്യമല്ലേ? അള്ളാഹുവിന്റെ ദീനിനെ അതറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ എന്തേ നമുക്ക് തടസ്സമുണ്ടായത്? നമ്മുടെ കുടുംബമാ,
നമ്മുടെ സാമ്പത്തികമായ വരുമാനത്തിന്റെ കുറവ് വരുമോ എന്നുള്ള പേടിയാ. പക്ഷെ അത് രണ്ടും ഇവിടെ നമ്മുടെ മുന്നിൽ എന്താ? റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് നമുക്ക് പരിഗണിക്കാൻ പറ്റാത്ത ഒന്നായി പഠിപ്പിച്ചു തരികയല്ലേ. ഇവിടെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ എത്താത്തതിന്റെ കാരണം എന്താ? നമ്മുടെ ജോലിയും നമ്മുടെ കച്ചവടങ്ങളും ഒക്കെയാ. പ്രഭാത പ്രദോഷ ദിക്റുകൾക്ക് കൃത്യത അനുഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കാത്തതെന്താ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ സാധിക്കാത്തതെന്താ? പ്രവാചകന്റെ പേരിൽ വെള്ളിയാഴ്ച സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് ഇന്ന് എത്ര പേർക്ക് ആ റബ്ബിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുവാൻ സാധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ? എന്തേ നമുക്ക് തടസ്സമെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബമാണ്. നമ്മെ പരിഗണിക്കാത്ത നമ്മുടെ കുടുംബവും നമ്മുടെ സമ്പത്തും നാളെ പരലോകത്ത് നമുക്കൊരു നഷ്ടമായി മാറുകയില്ലേ? ഇതിനർത്ഥം കുടുംബത്തെ പരിഗണിക്കണ്ട എന്നല്ല. നമ്മുടെ കുടുംബത്തിന്റെ അവരുടെ അന്നത്തിന് വേണ്ടി നാമൊക്കെ ഏർപ്പെടുന്ന ആ അധ്വാനത്തിന് ഉണ്ടാകുന്ന വിയർപ്പ് നാളെ പരലോകത്ത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ഒരു കാരണമാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കണ്ട എന്നല്ല, പക്ഷെ കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിനുള്ള ഓഹരി നാം പങ്കുവെക്കാതെ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ മാറ്റിവെച്ചുകൊണ്ട് കുടുംബത്തിനും സമ്പത്തിനും വേണ്ടി ചെലവഴിക്കുകയാണ് എങ്കിൽ അവരാരും നമുക്ക് നാളെ പരലോകത്തൊരു തണി നൽകുവാൻ ഉണ്ടായിരിക്കുകയില്ല, നമ്മുടെ സ്വന്തം അമലുസ്വാലിഹാത്തുകളല്ലാതെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു തരികയാണ് ഇവിടെ. നോക്ക്, ഇങ്ങനൊക്കെ പ്രവർത്തിച്ചിട്ട് അവസാനം നാം മരണത്തിലേക്കാണ് കടന്നു വരുന്നത്. ആ മരണവെപ്രാളം അതിന്റെ യാഥാർത്ഥ്യവും കൊണ്ട് വന്നെത്തും. നാം ഇങ്ങനെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് മരണത്തിലേക്ക്. ഒരു ദിവസം നമ്മെ മരണം തേടി വരും, ഒരു ദിവസം നമ്മെ മരണം തേടി വരും. കഴിയുന്നതും നാം ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ചെറിയ ഒരു പനി വന്നാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല ഡോക്ടറെ കണ്ടുകൊണ്ട് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ശ്രമങ്ങൾ നാം നടത്തുന്നവരാ. പക്ഷെ മരണം വരാതിരിക്കുകയില്ലല്ലോ. ആ മരണവെപ്രാളം അതിന്റെ യാഥാർത്ഥ്യവും കൊണ്ടുവന്നെത്തുമ്പോൾ അതിൽ നിന്നായിരുന്നു നിങ്ങൾ ഇത്രയും കാലം ഓടിയൊളിച്ചു കൊണ്ടിരുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. മരണം വരും, അതിലേക്കാണ് നാം നടന്നുകൊണ്ടിരിക്കുന്നത്, അതിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പറഞ്ഞു. ഭൂമിക്ക് കടം കൊടുക്കുവാനുള്ള ഒരു കുറുക്കൻ ഭൂമി കുറുക്കനോട് കടം തിരിച്ചു ചോദിച്ചു. അപ്പോ കൗശലക്കാരനായ കുറുക്കൻ അത് കൊടുക്കാതിരിക്കുവാൻ വേണ്ടി ഓടുകയാ. ഓടുന്നത് ഏതിലൂടെയാ? ഭൂമിയിലൂടെ ഓടാൻ സാധിക്കുകയുള്ളൂ. ആ സന്ദർഭത്തിലൊക്കെ കുറുക്കനോട് ഭൂമി ചോദിക്കുകയാണ്, എന്റെ കടം തിരിച്ചുതാ, എന്റെ കടം തിരിച്ചുതാ എന്ന്. രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ കുറുക്കൻ ഒരു മാളത്തിൽ കയറി ഒളിച്ചു. മാളവും ഭൂമിയിലാണ്. അപ്പോഴും കുറുക്കനോട് ചോദിച്ചു, ഭൂമി എന്റെ കടം തിരിച്ചുതാ എന്ന്. രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ഇറങ്ങി ഓടുകയാ. ഓടി 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 ഈ ഭൂമിയുടെ വിരിമാറിൽ മരണപ്പെട്ട് വീഴുന്നരങ്ങം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാ. ഭൂമിയിൽ നിന്ന് കുറുക്കന് രക്ഷപ്പെടാൻ സാധിക്കാത്തതുപോലെ മരണത്തിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹ് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാ. രക്ഷയില്ല, നമ്മൾ ചെല്ലുന്നത് മരണത്തിലേക്ക് തന്നെയാ. നാം എത്ര രക്ഷപ്പെടുവാൻ ശ്രമിച്ചാലും മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന ഗൗരവമായ യാഥാർത്ഥ്യം പറയുക നബിയെ, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, നിങ്ങളെ ആ ഓടിക്കൊണ്ടിരിക്കുന്ന മരണമില്ലേ, നിങ്ങൾക്കൊന്ന് മാറിക്കൊണ്ടിരിക്കുന്ന രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ മരണമില്ലേ, ഫഇന്നഹു മുലാഖീകും, അതുമായി നിങ്ങൾ സന്ധിക്കുക തന്നെ ചെയ്യും. എന്തായാലും അതിൽ കാണുക തന്നെ ചെയ്യും. കൃത്യമാണ്. അതില്ലാതെ ഒരിക്കലും ഒരു മനുഷ്യന് ജീവിക്കുവാൻ സാധിക്കുകയില്ല. മരണത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആ മരണമോ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ശരിയാ. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആ മരണത്തിന്റെ മുമ്പ് ചെയ്തു കൂട്ടുവാൻ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊന്ന് പാലിക്കുവാൻ നാം ശ്രദ്ധിക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മരണം വന്നെത്തുന്നതിന് മുമ്പ് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ എന്ന്.
അങ്ങനെ മരണം ബന്ധത്തിക്കഴിഞ്ഞാലോ ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ആ മരണം ബന്ധത്തിക്കഴിഞ്ഞാൽ ആ മരണവെപ്രാളത്തിനിടയിൽ ആ മനുഷ്യൻ പറഞ്ഞു പോകും, ഒരല്പം എനിക്ക് നീട്ടിത്തരണേ, ഒരല്പം കൂടി എനിക്ക് ജീവിക്കുവാനുള്ള അവസരം തരണേ, എങ്കിൽ ഫഅസ്വദ്ദഖ, ഞാൻ സ്വദഖ ചെയ്തു കൊള്ളാം, വഅകും മിനസ് സാലിഹീൻ, ഞാൻ സൽക്കർമ്മകാരികളുടെ കൂട്ടത്തിൽ പെട്ടുകൊള്ളാം. നോക്കൂ, ആ മരണത്തിന്റെ സമയത്തേക്ക് നീട്ടിവെക്കുകയാണ് അവന്റെ സ്വതക്കയും അവന്റെ സൽക്കർമ്മങ്ങളും. അതിനിടയിൽ വലിയൊരായുസ്സവന് നൽകിയിരുന്നു. പക്ഷേ അതൊന്ന് ഓർക്കാൻ, അതൊന്ന് ചിന്തിക്കുവാൻ, എനിക്ക് ഏത് സമയവും വരാൻ സാധ്യതയുള്ള ആ മരണത്തിലേക്കൊന്ന് ഒരുങ്ങി തയ്യാറാവുവാൻ സാധിക്കാതെ മരണത്തിന്റെ സമയത്ത് വെപ്രാളപ്പെട്ടുകൊണ്ട് ഒരല്പമങ്ങ് നീട്ടിത്തന്നാൽ ഞാൻ നല്ലത് ചെയ്തു കൊള്ളാമെന്ന് പറയുന്ന ആ മനുഷ്യനോട് റബ്ബ് പറയുന്ന മറുപടി എന്താ? വലം യുഅഖിറല്ലാഹു ഒരു മനുഷ്യന്, ഒരു ശരീരത്തിന്, ഒരു ആത്മാവിന് അവന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അതൊരല്പം പോലും നീട്ടിക്കൊടുക്കുകയില്ല. ഒരല്പം പോലും അവന് മരണമൊന്ന് വൈകിപ്പിച്ചു കൊടുക്കുകയില്ല. കാരണം എന്താ? വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഇത്രയും കാലങ്ങൾ ജീവിക്കുന്ന വേളയിൽ ആ മനുഷ്യനോട് കൃത്യമായി റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു കൊടുത്തിരുന്നു. സൂക്ഷ്മമായി അറിയുന്നവനാ അള്ളാഹു. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് അവരെ ജീവിപ്പിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി നാം ഓർക്കുക, അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ചിന്തയില്ലാതെ, നമുക്ക് വേണ്ടിയുള്ള ഒരു ചിന്തയില്ലാതെ, നാളെ പരലോകത്ത് നമ്മെ രക്ഷപ്പെടുത്തുവാൻ നമ്മുടെ അമലുകളല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ള ഗൗരവമായ സത്യം കുടുംബത്തെയും നാട്ടുകാരെയും അതുപോലെ തന്നെ നേതാക്കന്മാരെയും അനുയായികളെയും പരിഗണിക്കുമ്പോൾ നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്. നമ്മെ രക്ഷപ്പെടുത്തുവാൻ നമ്മുടെ അമലുകളല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് അള്ളാഹിനെ സൂക്ഷിച്ചുള്ള ജീവിതം നയിക്കുവാൻ കൃത്യതയോടുകൂടി പ്ലാനിങ് ചെയ്യുക. അള്ളാഹു അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹിനെ സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. ഫലാ തഉറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഉറന്നകും ബില്ലാഹിൽ ഗറൂർ. ഈ ദുനിയാവും പിശാചും പരമാവധി നമ്മെ നന്മകളിൽ നിന്ന് തടയുവാൻ ഈ രണ്ട് കാര്യങ്ങളും, ദുനിയാവും നമ്മെ സഹായിക്കും, അതുപോലെ തന്നെ പിശാചു നമ്മോട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ഇന്ന ശൈത്താൻ അദുവ്വുൻ, തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. അവനെ ശത്രുവായിക്കൊണ്ട് തന്നെ നിങ്ങൾ കാണണം. നമ്മുടെ സൽക്കർമ്മങ്ങളിൽ നിന്ന് നമ്മെ അകറ്റുന്ന വല്ല പ്ലാനിങ്ങുകളും അവന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എങ്കിൽ ശ്രദ്ധയോടുകൂടി നാം പെരുമാറണമെന്നുള്ളതാ ഗൗരവമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് മാത്രമായി മാറേണ്ടതുണ്ട്. അതല്ലാതെ കണ്ട് നമ്മുടെ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പോകുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. സഹോദരങ്ങളെ, അമലുകളിൽ നിഷ്കളങ്കത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമായിരിക്കണം. കുറെ അമലുകൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് നാം രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല. നമ്മുടെ നിഷ്കളങ്കത, നമുക്ക് വേണ്ടി നിഷ്കളങ്കമായി റബ്ബിലേക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന അമലുകളായിരിക്കണം. അതല്ലാതെ കണ്ട് ജനങ്ങൾ കാണുവാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ, നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോൾ ഒരു കൂട്ടം സ്വഹാബികൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അവരോട് ചോദിച്ചു, എന്താ ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ ഇത്ര കാര്യമായി ചർച്ച ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഈ മസീഹു ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച്, അത് ആരിലായിരിക്കും വരിക, എപ്പോഴായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഞങ്ങൾ ചെയ്യുന്നത് റസൂലേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മസീഹു ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ നിങ്ങൾ ഭയപ്പെടേണ്ട ഒന്നുണ്ട്, അത് ഷിർക്കുൽ ഖഫി, ചെറിയ ഷിർക്ക് എന്നുള്ള റസൂലുള്ളാഹി അതിന് ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾ ഇരിക്കുന്നതിനിടയിൽ ഒരാൾ നമസ്കരിക്കുകയാണ്. ആ നമസ്കാരം അവൻ ഓർക്കുകയാ, എന്റെ നമസ്കാരം എല്ലാവരും കാണുന്നുണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് അവന്റെ നമസ്കാരത്തിന്റെ ഭംഗി കൂട്ടുകയാ. അവന്റെ ഖിയാമും അവന്റെ റുക്കൂവും അവന്റെ സുജൂദും ഒക്കെ വളരെ ഭംഗിയുള്ള, ആര് കണ്ടാലും ആ നമസ്കാരം സൂപ്പറായി എന്ന് പറയാൻ പറ്റാവുന്ന രീതിയിൽ അവന്റെ നമസ്കാരത്തെ നന്നാക്കുന്നു.
അവൻ നമസ്കരിച്ചത് റബ്ബിനല്ല, മറിച്ച് ആ കൂട്ടം ആളുകൾക്ക് വേണ്ടിയാ. അത് മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ അവന് പ്രയാസകരമേറിയതായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിഷ്കളങ്കത ഒരിക്കലും നാം നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ അതിന്റെ പ്രതിഫലം നമുക്ക് തന്നെയായിരിക്കണം. നമ്മുടെ സ്വതക്കകൾ അതിന്റെ പുണ്യം നമുക്ക് തന്നെയായിരിക്കണം. അതുകൊണ്ടാണ് ഈ പള്ളി ഇതിന്റെ സ്ഥലമെടുപ്പും ഇതിന്റെ നിർമ്മാണവും മുഴുവൻ നമ്മുടെ ആളുകളിൽ നിന്ന് മാത്രമായി നിശ്ചയിക്കുവാനുള്ള കാരണം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ 1-ാം നില നിർമ്മാണം അടുത്ത ഞായറാഴ്ച രാവിലെ 8 മണിക്കുണ്ടാവും. അതും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വിഹിതം കൊണ്ട് ഈ പള്ളി ഉയർത്തണമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ ആവുമ്പോഴേക്കും ഏകദേശം പണി പൂർത്തിയാക്കണമെന്നുള്ള തീരുമാനമുണ്ട്. എല്ലാവരും അതിന്റെ ഉദ്ഘാടനത്തിനെത്തുക. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നിഷ്കളങ്കമായ ഓരോ നിമിഷത്തിലും ചെലവഴിക്കലും നമുക്ക് പ്രതിഫലം നമ്മുടേത് തന്നെയായി മാറുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. നാളെ പരലോകത്ത് 3 ആളുകളെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ ഒരു പണക്കാരനായിരുന്നു. ആ പണക്കാരനോട് റബ്ബ് ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ ധാരാളം സാമ്പത്തികം തന്നിരുന്നല്ലോ, സമ്പത്ത് നൽകിയിരുന്നല്ലോ, തന്നിരുന്നല്ലോ, നീ അതെന്തിൽ ചെലവഴിച്ചു എന്ന്. അവൻ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധാരാളം ചെലവഴിച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ടവനും എന്റെ അടുക്കൽ വന്നിട്ട് ഇല്ല എന്ന് പറഞ്ഞു പോയിട്ടില്ല. എന്നെ കുറിച്ച് ദുനിയാവിൽ അറിയപ്പെട്ടത് തന്നെ അവനൊരു ധർമ്മിഷ്ഠനാണ് എന്നുള്ള പേരില. അങ്ങനെ ഞാൻ സമ്പത്ത് ചെലവഴിച്ചവനാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിന്നെ കുറിച്ച് ദുനിയാവിൽ അറിയപ്പെട്ടിരുന്നു നീ ഒരു ധർമ്മിഷ്ഠനാണ് എന്ന്. അതറിയാൻ വേണ്ടിയായിരുന്നല്ലോ നീ അത് ചെയ്തത്. അതറിയപ്പെട്ട് കഴിഞ്ഞു. നിനക്ക് ഇവിടെ പ്രതിഫലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ആ ധർമ്മിഷ്ഠൻ. അതുപോലെ തന്നെ ഒരു അറിവുള്ളവന്, ഒരു ആലിമിനെ, ഒരു പണ്ഡിതനെ കൊണ്ടുവരികയാ. അവനോട് ചോദിച്ചു, നിനക്ക് ധാരാളം അറിവ് നൽകിയിരുന്നുവല്ലോ, നീ അത് എന്തിൽ ചെലവഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറെ വയലും ഖുതുബയും ഒരുപാട് ക്ലാസ്സുകളും ഒക്കെ എടുത്ത് ജനങ്ങൾക്ക് ധാരാളം ദീൻ പറഞ്ഞു കൊടുത്തിരുന്നു. ഞാനൊരു പണ്ഡിതൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു ദുനിയാവിൽ എന്ന് പറഞ്ഞപ്പോൾ റബ്ബ് പറയുകയാണ്, നീ ഒരു പണ്ഡിതൻ എന്ന് അറിയപ്പെടുവാൻ വേണ്ടിയായിരുന്നുവല്ലോ നീ അത് ചെയ്തത്. അത് അറിയപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ നിനക്ക് നരകമാണ്. നിഷ്കളങ്കതയില്ലാത്തതിന്റെ പ്രയാസം. ഒരു ഷഹീദിന്റെ അവസ്ഥയും അത് തന്നെയാ. അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നല്ല ആരോഗ്യം നൽകിയിരുന്നല്ലോ, എന്തിൽ ചെലവഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവനും പറഞ്ഞത്, ഞാൻ നന്നായി റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനാ, ഞാനൊരു വീരശൂര പരാക്രമി എന്നുള്ള പേരിലാണ് ദുനിയാവിൽ അറിയപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് അറിയപ്പെട്ട് കഴിഞ്ഞു. അത് അറിയപ്പെടുവാനായിരുന്നുവല്ലോ നീ അത് ചെയ്തത്. അതുകൊണ്ട് അതിന്റെ പ്രതിഫലം നിനക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവനെയും നരകത്തിലേക്ക് വലിച്ചെറിയുന്ന രംഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കുന്ന അമൽ സ്വാലിഹാത്തുകൾ നമുക്ക് മാത്രമായി മാറാതിരുന്നാൽ നാം പ്രവർത്തിച്ചത് വലിയൊരു നഷ്ടമായിട്ട് അത് നാളെ പരലോകത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. കൃത്യമായ പ്ലാനിങ്, നമ്മുടെ മക്കളോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ വേണ്ടപ്പെട്ടവരോ ഒരാളെയും ഒരു സഹായവും നൽകാൻ തയ്യാറല്ലാത്ത ഒരു ദിവസത്തിലേക്കാണ് നാം നടന്നെടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുന്ന ഒരു സന്ദർഭത്തിലുള്ള ഒരു രംഗം പഠിപ്പിക്കുകയുണ്ടായി. ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ തൂക്കുകയാണ്, അവന്റെ നന്മയും തിന്മയും ഒരുപോലെ നിൽക്കുകയാണ്. ഒരു നന്മ കിട്ടിയാൽ അവന് സ്വർഗത്തിലേക്ക് പോകാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അള്ളാഹ് പറഞ്ഞവനോട് ഒന്ന് ചോദിച്ചു നോക്ക്, നിന്റെ കുട്ടിയും നിന്റെ മക്കളും നിന്റെ കുടുംബവും നിന്റെ വേണ്ടപ്പെട്ടവരും എല്ലാം ഈ മഹ്ശറയിലുണ്ടല്ലോ, ഒന്ന് ചോദിച്ചു നോക്ക്, ഒരു നന്മ തന്നാൽ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന്. അവൻ നാലുപാടും ഓടി വേണ്ടപ്പെട്ടവരോട് ചോദിച്ചു, ആരും കൊടുത്തില്ല. മക്കളും ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ മാതാപിതാക്കളും നേതാവും അനുയായികളും ഒരാളും കൊടുത്തില്ല ഒരു നന്മ. ദുഃഖത്തോടു കൂടി തിരിച്ച് റബ്ബിന്റെ അടുക്കലേക്ക് വരുമ്പോൾ റബ്ബ് ചോദിക്കുക, ആരും തന്നില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബ് ചിരിക്കുന്ന ആ ചിരി പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരികയുണ്ടായി. നോക്ക്,
ആരും സഹായിക്കാൻ ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. യാ നഫ്സി യാ നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ അടുക്കലേക്ക് അങ്ങ് കൈകെട്ടി നിന്ന് റബ്ബേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ നമ്മുടെ അമലുകൾ അതിന് മറുപടി പറയാൻ സാധിക്കണം. അമലു സ്വാലിഹാത്തുകൾ നമുക്ക് മുന്നിലുണ്ടാവണം. ആ ഒരു പ്രവർത്തനത്തിനാണ് നാം ശ്രദ്ധിക്കേണ്ടത്, ശ്രമിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ സർവ്വ പാപങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്ത് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ ഞങ്ങളുടേത് സ്വന്തമായി നാളെ പരലോകത്ത് പ്രതിഫലം നൽകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു തരണമേ റബ്ബേ. അള്ളാഹുവെ, കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യുവാനുള്ള തൗഫീഖും ധാരാളമായിക്കൊണ്ട് അതിനുള്ള മനസ്സും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എന്നിവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.